ഹലോ, ഇസ്മി അജീഷ്. അങ്ങനെ ചാവ കണ്ടിരിക്കുകയാണ്. ഡയറക്ടഡ് ബൈ ലക്ഷ്മൺ ഉട്ടേക്കർ. നായകനായിട്ട് ഉറി ദ സർജിക്കൽ സ്ട്രൈക്കിലേക്ക് എന്നവൻ വിക്കി കൗശൽ. ശിവജി മഹാരാജാവിന്റെ മകനായിട്ടുള്ള ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് വിക്കി കൗശൽ. ആദ്യം തന്നെ പറയാം, പുള്ളി കിടിലായിരുന്നു. പുള്ളി ആ ക്യാരക്ടറിന് ആപ്റ്റായിട്ടുള്ള ഒരു കാസ്റ്റിംഗ്, പുള്ളി പക്ക ആപ്റ്റായിരുന്നു. അത് നമുക്ക് ഓരോ സീനിലും ഈ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പക്ക ആക്ടിങ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആയിരുന്നു. മ്യൂസിക് ചെയ്തിരിക്കുന്ന റഹ്മാന്റെ ഒരു പുതിയൊരു ഫ്രഷ് പരിപാടി, ഒരു ഫ്രഷ് പടപ്പീരായിരുന്നു ഇതിൻ്റെ അകത്ത്. ഒരു വെറൈറ്റി, കേൾക്കാനൊക്കെ നല്ല രസമുണ്ടെന്ന്. ആ ബീജും ബാക്ക്ഗ്രൗണ്ട് നല്ല നല്ല ഒരു ഇമ്പാക്റ്റ് പടത്തിന് അത് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടിപൊളി മ്യൂസിക്കായിരുന്നു. പടം നല്ല അടിപൊളിയായിട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. പൊളി സെറ്റ്, പൊളി VFX, എല്ലാം ഓവറോൾ ടെക്നിക്കൽ സൈഡ് മൊത്തത്തിൽ എഡിറ്റിങ്ങും വൈസും എല്ലാം നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു പടം. നമുക്ക് കണ്ടിരിക്കുക, ഒരു ദൃശ്യ വിസ്മയമാണ് തന്നെ ആയിരുന്നു പടം. നല്ല രീതിക്ക് അടിപൊളിയായിട്ട് അത് എലവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഒരു അറ്റാക്കിങ് സീൻസും യുദ്ധം കുറച്ചൊക്കെ ഉള്ളൂ. പിന്നെ കഥ പറഞ്ഞാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് ഫുള്ള് യുദ്ധ പരിപാടിയാണ്. പിന്നെ പടം അങ്ങോട്ട് ഒറ്റ കയറ്റമാണ്. നല്ല ക്ലൈമാക്സിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കിടിലൻ ഡയലോഗ്സ് ആണ്. സെക്കൻഡ് ഹാഫിൽ കൂടുതലും ഡയലോഗ്സ് വളരെ കുറവാണ്. ഉള്ള ഡയലോഗ്സ് എല്ലാം എന്ന് പറഞ്ഞാൽ നല്ല പൊളപ്പം, നല്ല പെട പഞ്ച് ഡയലോഗ്സ്. നമ്മളെ രോമൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും, നമുക്ക് രോമാഞ്ചിക്കേഷൻ വരും. അതുപോലത്തെ കുറെ ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സീൻസ് ഒക്കെ കാണണം, ഒരു രക്ഷയില്ല. വിക്കി കൗശൽ ഒരു രക്ഷയില്ലാത്ത കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അടിപൊളി. ആ ക്യാരക്ടർ ആ പുള്ളി ചെയ്തിരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ഇത് കിട്ടും. ആ ഒരു പവർഫുൾ റോളാണ് ആ ഒരു സംഭവം ആ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നുണ്ടല്ലോ, വേറെ ലെവല് കിടിലൻ പടം. ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പടം തന്നെയാണ്. ഹിന്ദി മൂവിയാണ്. എനിക്ക് ബേസിക്കലി ഹിന്ദി പോലും അറിയത്തില്ല. എനിക്ക് എന്നിട്ട് പോലും നല്ല രസത്തിന് അത് കണ്ടിരിക്കാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു പടത്തിൽ. നമുക്ക് ലാംഗ്വേജ് അറിയാതെ ഇരുന്നിട്ട് പോലും ആ പടം എൻജോയ് ചെയ്ത് എന്റർടൈൻ ചെയ്യിക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ പടത്തിന്റെ റേഞ്ച് എന്താണ്. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണ് പടം. ആ വിഷ്വൽസും എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. ആ പുള്ളിയുടെ റോളും അതുപോലത്തെ പരിപാടി, ആക്ഷൻസ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് വർക്കായി, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി അടിപൊളി പടം തന്നെ ചാവ.